റിപ്പോർട്ടർ ഫോളോ അപ്പ് ബ്രേക്കിംഗ്. എറണാകുളത്ത് ജൂലൈ 11 മുതൽ 18 വരെ നടന്ന GST ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർക്കായുള്ള ആഡംബര പരിശീലനം അത്യാഡംബരമാക്കി. പരിശീലനത്തിന്റെ ചെലവ് നേരത്തെ സർക്കാർ അനുവദിച്ച 48 ലക്ഷം രൂപയിൽ നിന്നില്ല. 13 ലക്ഷം രൂപ കൂടി വേണമെന്നാവശ്യപ്പെട്ടുള്ള അപേക്ഷയിൽ ധൃതിയിൽ തീരുമാനമെടുക്കാനുള്ള നടപടി പുരോഗമിക്കുകയാണ്. ഫയൽ നീക്കത്തിന്റെ രേഖകൾ റിപ്പോർട്ടറിന് കിട്ടി. കൊച്ചിയിൽ IMG പോലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടും സർക്കാർ ഉത്തരവ് നോക്കുകുത്തിയാക്കി പഞ്ചനക്ഷത്ര സൗകര്യത്തിലാണ് പരിശീലനം സംഘടിപ്പിച്ചത്. കഴിഞ്ഞ വർഷത്തെ പഞ്ചനക്ഷത്ര പരിശീലനത്തിന് ചെലവ് 46 ലക്ഷമായിരുന്നെങ്കിൽ ഇത്തവണയത് 61 ലക്ഷമാവും. TV പ്രസാദാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നത്. പ്രസാദ്, ആദ്യം നൽകിയ പണം പോരാ, പിന്നാലെ 13 ലക്ഷം കൂടി ആവശ്യപ്പെടുന്നു. ചെലവാകെ മൊത്തം 61 ലക്ഷമാകും. ഈ പഞ്ചനക്ഷത്ര പരിശീലനം അത്രയും ആവശ്യമാണോ? ഗുഡ് മോർണിംഗ് കീർത്തന, റോഷ്നി. പഞ്ചനക്ഷത്ര പരിശീലനം അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല എന്നുള്ളതാണ്. കഴിഞ്ഞ തവണത്തെ പഞ്ചനക്ഷത്ര പരിശീലനം റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത്. അതിന് പിന്നാലെ അതിന്റെ ജാള്യതയിൽ നിന്ന് മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി ഓപ്പറേഷൻ പാം ട്രീ എന്ന പേരിൽ പാലക്കാട്ട് ആക്രി സാധനങ്ങൾ വിൽക്കുന്ന കടകളിൽ ഒരു വലിയ റെയ്ഡ് സംഘടിപ്പിച്ചു. എന്നിട്ട് പിന്നീട് പ്രചാരണം നടത്തി ഈ റെയ്ഡ് സംഘടിപ്പിക്കാൻ വേണ്ടിയാണ് തങ്ങൾ ഇങ്ങനെ ഒരു പരിശീലനം നടത്തിയതെന്ന്. എന്നിട്ട് അന്ന് വാർത്താക്കുറിപ്പ് ഇറക്കിയത് 1029 കോടി രൂപയുടെ വെട്ടിപ്പ് കണ്ടെത്തി. അങ്ങനെ 260 കോടി രൂപ സർക്കാരിലേക്ക് കിട്ടി എന്ന വാർത്താക്കുറിപ്പും ഇറക്കി. ഒരു വർഷം ഇപ്പുറം നിയമസഭാ ചോദ്യത്തിന് മറുപടിയായി ചോദിച്ച സമയത്ത് എത്ര രൂപ ആ റെയ്ഡിന്റെ ഭാഗമായി കിട്ടിയെന്ന് ചോദിച്ച സമയത്ത് കണക്കുകൾ തയ്യാറാക്കി വരുന്നതേ ഉള്ളൂ എന്നായിരുന്നു. യഥാർത്ഥത്തിൽ കാര്യമായ ഒരു വരുമാനവും ആ റെയ്ഡ് കൊണ്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയുണ്ടായ ജാള്യതയുടെ ഭാഗമാണ് ആ റെയ്ഡ് എന്ന് ഞങ്ങൾ പറഞ്ഞതല്ല. GST ഉദ്യോഗസ്ഥരുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ നടന്ന ചർച്ചയാണ്. ഇപ്പോഴിതാ ഇത്തവണത്തെ പരിശീലനവും ഇതുപോലെ അത്യാഡംബരമായിരുന്നു. കഴിഞ്ഞ വർഷം 46 ലക്ഷം രൂപയായിരുന്നു ചെലവെങ്കിൽ ഇപ്രാവശ്യം അത് തുടക്കത്തിൽ തന്നെ 48 ലക്ഷം രൂപയാണ് സർക്കാർ അനുവദിച്ചത്. അതിന് പിന്നാലെ 13 ലക്ഷം രൂപ കൂടി വേണമെന്ന് കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫയൽ നീക്കം ദ്രുതഗതിയിൽ മുന്നോട്ട് പോകുന്നത്. അതിന്റെ രേഖകളാണ് റിപ്പോർട്ടറിന് കിട്ടിയത്. ഇന്നലെ വൈകുന്നേരമാകുമ്പോഴേക്കും ആ ഫയൽ രേഖകളിൽ 12,99,000 അത് കൂടുതൽ വേണം എന്ന് പറയുന്ന ആ സബ്ജക്ട് എഡിറ്റ് ചെയ്ത് മാറ്റിയതായും നമുക്ക് കാണാൻ കഴിയും. നമുക്കറിയാവുന്നതുപോലെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനം നിൽക്കുന്നത്. ധനവകുപ്പിന്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്. സർക്കാരിന്റെ ഇത്തരം പരിശീലനങ്ങൾ സർക്കാർ സ്ഥാപനത്തിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ എന്ന്. സംസ്ഥാനത്തിന്റെ നികുതി വരുമാനം കൂട്ടേണ്ട ഡിപ്പാർട്ട്മെന്റിലെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമാണ് GST ഇന്റലിജൻസ്. അവർ തന്നെയാണ് ഫിനാൻസിന്റെ ഈ ഉത്തരവിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ താമസവും കൊച്ചിയിലെ സ്വകാര്യ ഹാളിൽ പരിശീലനവും നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് വളരെ കുറച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് വേണ്ടി സർക്കാരിന്റെ പണം ധൂർത്തടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അവിടെ DJ പാർട്ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിച്ചു എന്നുള്ളതാണ് അതിൽ പങ്കെടുത്ത ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലായത്. അവിടെ ഫോണിൽ പകർത്താൻ വേണ്ടിയുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല. എന്തായാലും സംസ്ഥാനത്ത് വലിയ പ്രതിസന്ധി നിലനിൽക്കുന്നതിനിടെയാണ് 61 ലക്ഷം രൂപയിലേക്ക് ഈ പഞ്ചനക്ഷത്ര പരിശീലനത്തിന്റെ ചെലവ് മാറുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. റോഷ്നി, കീർത്തന. ശരി, TV പ്രസാദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.